ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമ്മൾ ചാനൽ 13,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി ഏകദേശം 25-26 പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ 13,000 എന്നൊരു ലെവലിലേക്ക് എത്തും. അപ്പം ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരാഗ്രഹം അത്ര തന്നെ ഉള്ളൂ, അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തത്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ആക്റ്റീവായിട്ട് എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. എന്തായാലും ഇന്ന് 2025 ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ചയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് COVID-19 കേസസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 4,000-ലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ കോവിഡ് കേസസ്. ഡൽഹിയിൽ 47 ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈയിൽ 20 പോസിറ്റീവ് കേസസ് ഉണ്ട്. അതേപോലെ ഇന്ത്യയിലും ഇതുവരെയായിട്ട് 2 പേരും മരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. ഞാൻ ആ ഡാറ്റ എടുത്തിട്ടില്ല കേരളത്തിൻ്റെത്, മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഡാറ്റയാണ് എടുത്തത്. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് NSE ലോകത്തിലെ 5ാമത്തെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചായി മാറിയിരിക്കുകയാണ്. ഇതിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ കൂടി ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാത്ത ഹയസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 4,70,000 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണിത്. NSEയുടെ IPO കുറേ കാലമായിട്ട് നമ്മളൊക്കെ കേൾക്കുന്നതാണ്. എന്തോ ഒരു ശീതസമരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്തോ ഒരു ഇൻറ്റേർണൽ ഇഷ്യൂസിൻ്റെ പേരിൽ ഇതുവരെയും അതിൻ്റെ IPO പുറത്തെത്തിയിട്ടില്ല. പക്ഷേ ഗ്രേ മാർക്കറ്റിൽ NSEയുടെ സ്റ്റോക്കുകൾ ലഭ്യമാണ്. അത് എന്താ പറയുക, ഡബ്ബ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ ഉള്ള ട്രേഡിങ്ങുകൾ, ഇതിൻ്റെ സ്റ്റോക്കുകൾ നടക്കുന്നുണ്ട്. പണ്ട് കമ്പനി ഫോർമേഷൻ്റെ സമയത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുടെ ഷെയർസ് ആയിരിക്കാം ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും ഗ്രേ മാർക്കറ്റിൽ NSEയുടെ സ്റ്റോക്കുകൾ ലഭ്യമാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതേസമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ബിഗ്ഗസ്റ്റ് പ്ലെയറാണ് NSE. അതേപോലെ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് NSE. എന്തായാലും ഒരു സർവ്വകാല ഒരു വലിയൊരു റെക്കോർഡ് തന്നെയാണിത്. ദെൻ US സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഈ ജൂൺ സെഷൻ എന്തായാലും നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ട്രംപ് താരിഫിൻ്റെ ഭാഗമായിട്ട് മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ഇടപാടുകളിലുള്ള ഒരു ശോഷണമാണ് ഈ ഒരു അവസ്ഥക്ക് കാരണമായത് എന്നാണ് വാർത്തകൾ പറയുന്നത്. എന്തായാലും US മാർക്കറ്റ് ഒരു നെഗറ്റീവിലാണ് ഈ മാസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസിൽ വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വോഡഫോൺ ഐഡിയ, ജിന്ദാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ITC, HCL ടെക്, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ട്രേഡിങ്ങോ അതേപോലെ സ്വിംഗ് ട്രേഡിങ്ങുകൾക്കൊക്കെ ആയിട്ട് ഓരോ ഗ്രൂപ്പുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾക്കായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ചാനലുണ്ട്. അതേപോലെ മണി ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് നിങ്ങൾ ഒരു ദിവസം എത്ര പ്രോഫിറ്റ് എടുക്കണം, എത്ര വരെ ലോസ് കൊണ്ടുപോകാം, എങ്ങനെ ട്രേഡുകൾ കൊണ്ടുപോകണം, അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻ തരുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ പരമാവധി നോക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് തന്നിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് റെസ്പോൺസാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ മാർക്കറ്റ് ഗ്രീനിലാണുള്ളത്. ചൈനയുടെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടില്ല. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,892-ലാണ്. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 20 പോയിന്റ് താഴെ, 16 പോയിന്റ് താഴെയായിട്ട് 24,876-ലാണ്. അവിടെ നിന്ന് വീണ്ടും ഫർദർ താഴോട്ട് പോയിട്ടുണ്ട്. 24,868-ലാണ് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. എന്തായാലും മാർക്കറ്റ് 25,000 കടക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദെൻ ഇത് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ള. $63.14 US ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് നടക്കുന്നു. ഗോൾഡ് പ്രൈസ് വർദ്ധിച്ചിട്ടുണ്ട്. $3,391 ഗോൾഡിൻ്റെ ട്രേഡിംഗ് നടക്കുന്നു. ബിറ്റ് കോയിൻ വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാലും ഇത് 1,09,000 എത്തിയതായിരുന്നു. പക്ഷേ ഇപ്പോഴും 1,06,000 നിൽക്കുന്നുണ്ട്. 1,06,162 ബിറ്റ് കോയിൻ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം 85.39 ഒരു US ഡോളറിന് 85.39 എന്ന നിരക്കിൽ വിനിമയം നടക്കുന്നുണ്ട്. ദെൻ ഗ്ലോബൽ ഡാറ്റ ഇന്ന് റിലീസാവാനുള്ളത് US എന്നുള്ള കുറേ ഡാറ്റയാണ് ഉള്ളത്. US റെഡ് ബുക്ക് ഡ്യൂറബിൾ എക്സ്ക്ലൂഡിംഗ് ഡിഫൻസ്, മന്ത് ഓൺ മന്ത് ഡ്യൂറബിൾ എക്സ്ക്ലൂഡിംഗ് ട്രാൻസ്പോർട്ട്, ഫാക്ടറി ഓർഡേഴ്സ് എക്സ് ട്രാൻസ്പോർട്ടേഷൻ, JOLTS ജോബ് ഓപ്പണിങ്സ്, ടോട്ടൽ വെഹിക്കിൾ സെയിൽസ്, IBD TIPP എക്കണോമിക് ഓപ്റ്റിമിസം,
പിന്നുള്ളത് UK എന്നുള്ളതാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് MPC ട്രഷറി കമ്മിറ്റി ഹിയറിംഗ്സ്. ചൈനയിൽ നിന്നുള്ളത് കേസ് ഇൻ മാനുഫാക്ചറിങ് PMI. ജപ്പാൻ എന്നുള്ളത് മോണിറ്ററി ബേസ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഈവൻറ്റുകളാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഡാറ്റയൊന്നും തന്നെ ഇതിൽ ഇന്ന് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ലിസ്റ്റ് ഇന്ന് പെനി സ്റ്റോക്കുകൾ പോലെയുള്ള ചെറിയ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന നിഫ്റ്റി 500-ലെങ്കിലും ഉൾപ്പെട്ട സ്റ്റോക്കുകളുണ്ടോ എന്നാണ്. അങ്ങനെ ഒരു സ്റ്റോക്കുകളൊന്നും തന്നെ ഇന്ന് വന്നിട്ടില്ല. പിന്നെ ബാനിൽ വന്നിരിക്കുന്ന മണപ്പുറം ഫിനാൻസ് ആണ്. പതിവ് പോലെ കുറേ മാസങ്ങളായിട്ട് മണപ്പുറം ഈ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2589 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5313 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഒരു നെറ്റ് ആകത്തുക നോക്കുകയാണെങ്കിൽ 2724 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഫിൻ സർവീസസ്, IT, മെറ്റൽ, ഫാർമ ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ETF-ലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, ഓട്ടോ ബീസ്, IT ബീസ് ഇത്രയും ETF-കൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് ബീസും ഗോൾഡ് ബീസും നല്ല പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു 10 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ രുചി ഇൻഫ്ര, ഡെൽറ്റ, ബൻഡാരി ഹോസിയർ, FIEM ഇൻഡസ്ട്രീസ്, യൂറോടെക്സ്, ലിപ്സ ജെംസ്, ലൂമാക്സ് ഓട്ടോടെക്, NRB ഇൻഡസ്ട്രിയൽ, സിഗ്നറ്റ് ഇൻഡസ്ട്രീസ്, ഡിഫ്യൂഷൻ എഞ്ചിനീയറിംഗ് ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അലിയഡ് ഡിജിറ്റൽ, ദീപക് ബിൽഡേഴ്സ്, ഗുഫിക് ബയോ, സ്പന്ദന സ്ഫൂർ, SKM എഗ് പ്രൊഡക്റ്റ്, പുറവങ്കര, പരശ്വനാഥ്, MMTC ലിമിറ്റഡ്, UCAL, TCPL പാക്കേജിങ് ഇത്രയും സ്റ്റോക്കുകൾ. TCPL പാക്കേജിംഗ് ഒക്കെ അത്യാവശ്യം പ്രൈസി ആയിട്ടുള്ള സ്റ്റോക്കാണ്. 3877 രൂപയാണ് അതിൻ്റെ പ്രൈസ്. പക്ഷെ അത് ലോവർ സർക്യൂട്ടിലേക്കാണ് പോയത്. 8% ലോവർ സർക്യൂട്ട് എന്നല്ല, സെല്ലേഴ്സ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 46 പോയിന്റ് മുന്നേറ്റത്തിൽ 24,716 ക്ലോസ് ചെയ്തു. ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് 46 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ്. ഈ മാസത്തിലും ഇതുവരെയായിട്ട് 46 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.77 ആണ്. ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 26,000-ലാണ് വന്നിരിക്കുന്നത്. 1,75,000 ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000-ലുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 24,000-ലാണ്. 1,07,000 ആണ് അത് വന്നിരിക്കുന്നത്. വിക്സ് 17.16 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ സ്പോട്ട് പ്രൈസ് ക്ലോസിങ് 24,716-ലാണ്. ദെൻ ഒരു ഇൻട്രാഡേ ട്രേഡറിന് സപ്പോർട്ടീവായിട്ടുള്ള ഡാറ്റയാണ്. ഇനി ഇന്നത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ CPR വന്നിരിക്കുന്നത് 24,691, 666, 640. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു CPR ആണ്. 51 പോയിന്റോളം വൈഡായിട്ടുള്ള ഒരു CPR ആണ് വന്നിരിക്കുന്നത്. ഇനി നോ ട്രേഡ് സോൺ ആണെങ്കിൽ 24,680, 653 അവിടെയും ഏകദേശം 27 പോയിന്റിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ബ്രേക്ക് ഔട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ CPR-ന് ബേസ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് നല്ലത്. ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് 24,691 ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട് 24,640 നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ 24,691 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് 24,933 വരെ പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല 24,640 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ 24,500 വരെയും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 500 ഒരു സൈക്കോളജിക്കലായിട്ടും പല രീതിയിലും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് വരുന്ന ഒരു ലെവൽ കൂടിയാണ്. നോർമലി അവിടെ ഒരു സൈക്കോളജിക്കലി എല്ലാവരും അവിടെ ഒരു റിജക്ഷൻ പ്രതീക്ഷിക്കുന്നതാണ്. സോ 24,500 എന്നുള്ളത് കട്ട് ചെയ്ത് താഴെ പോകാൻ സാധ്യത കുറവാണ്. മുകളിലോട്ട് പോകുകയാണെങ്കിലും 24,933 കട്ട് ചെയ്യുകയാണെങ്കിൽ 25,000-ൽ എന്തായാലും റിജക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതും കൂടി മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവണം. അപ്പോൾ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ ലാഭവും നഷ്ടവും ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. നഷ്ടം കുറയ്ക്കുക, ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരുപാട് ട്രേഡ് ചെയ്ത് ബ്രോക്കറേജ് ഒരുപാട് ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ അതായത് ബ്രോക്കറേജ് വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ബ്രോക്കറേജ് നമ്പർ ഓഫ് ട്രേഡ്സ് കുറയ്ക്കുക, എന്നിട്ട് ബ്രോക്കറേജ് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.